പരിശുദ്ധമായ ഖുർആനിൽ 2 സൂറത്തുകളുണ്ട്. ഈ 2 സൂറത്തുകളും മരണപ്പെട്ടു പോയവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട സൂറത്തുകളാണ് എന്ന് പറയാൻ കഴിയും. 2 സൂറത്തുകൾ മരണപ്പെട്ടു പോയവർക്ക് 2 സമ്മാനങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 2 സൂറത്ത് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ 2 സൂറത്തിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ 2 സൂറത്ത് ഓതിയിട്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്തു. ഇൻഷാ അല്ലാഹ് ഏതാണ് 2 സൂറത്ത് എന്നറിയാനും എങ്ങനെയാണ് നമ്മൾ അത് ഹദിയ ചെയ്യേണ്ടതെന്നറിയാനും അതിന്റെ മഹത്വങ്ങളും മറ്റും മനസ്സിലാക്കാനും ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി നാം അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മരിക്കുന്നവരാണ്, മരിക്കേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികൾ ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു. അവരിൽ പല ആളുകളും മരിച്ചുപോയി. നമ്മളും നാളെ മരിക്കേണ്ടവരാണ്. നമുക്ക് ശേഷം ഇവിടെ വരാനുള്ളവരും അവരും മരിക്കേണ്ടവരാണ്. ഭൂമിയിൽ ജനിക്കുന്നവരൊക്കെ മരിച്ചിരിക്കും, അതിലാർക്കും തർക്കമില്ല. നമ്മളും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നമ്മൾ മരിക്കുമെന്നുള്ളത്. പക്ഷേ പെട്ടെന്നൊന്നും മരിക്കൂല എന്നൊരു ധാരണ നമുക്കുണ്ട്. അത് തെറ്റാണ്. അപ്പൊ എന്തായാലും നമ്മൾ മരിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ച് ഇരിക്കുന്ന ആളുകളാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. പരലോക ജീവിതം. ആ പരലോക ജീവിതത്തിന്റെ ഒന്നാമത്തെ ഭവനമാണ്, ഒന്നാമത്തെ കവാടമാണ്, ഒന്നാമത്തെ വീടാണ് ഖബർ എന്ന് വിശ്വാസികളായ നാം വിശ്വസിക്കുകയാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ ഇപ്പൊ ബർസഖിയായ ലോകത്താണ്, ഖബർ ജീവിതത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഓതാൻ, അവർക്ക് നൽകാൻ 2 സമ്മാനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മഹത്തായ മജ്ലിസിൽ പരിചയപ്പെടുകയാണ്. 2 സൂറത്തുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൊതിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഫലം ചെയ്യുകയും ചെയ്യും. എത്രത്തോളം എന്ന ഒരു ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഒരു ഖബറിന്റെ ഭാഗത്തു കൂടി കടന്നു പോകുമ്പോൾ ആ ഖബറിന്റെ അകത്ത് ഒരു മനുഷ്യൻ അദാബിലാണ്, ശിക്ഷിക്കപ്പെടുകയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തിരിച്ചും മടങ്ങിപ്പോന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ആ ഖബറിന്റെ ഭാഗത്തുകൂടി മറ്റൊരിക്കൽ നടന്നു പോകുമ്പോൾ ആ ഖബറിൽ കിടക്കുന്നയാൾ സന്തോഷിക്കുകയാണ്. അത്ഭുതത്തോടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹുവേ, പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ മനുഷ്യൻ അദാബിലായിരുന്നു, ഇപ്പോൾ ഈ മനുഷ്യൻ സന്തോഷിക്കുന്നല്ലോ, എന്താണ് സംഭവിച്ചത് അറിയാൻ ആഗ്രഹിക്കുന്നു ഞാൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് തേടിയപ്പോ അല്ലാഹു പറഞ്ഞു കൊടുത്തു, മൂസ നബിയേ, ആ മനുഷ്യന്റെ മകൻ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ ഞാൻ അവന് പുറത്തു കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം ഫലമുണ്ട്. അത് നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിലും മറ്റു കുടുംബങ്ങളാണെങ്കിലും കാത്തിരിക്കുകയാണ്. ഇദാമാത ഇബ്നു ആദമ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയാണ്, ഒരാൾ മരിച്ചാൽ അവന്റെ എല്ലാം പൊളിഞ്ഞു പോകും, പക്ഷെ 3 കാര്യങ്ങൾ അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിൽ ഒന്ന് മക്കളുടെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. റസൂലുള്ള പഠിപ്പിച്ച ഒരു പ്രത്യേകതയാണ്, വെള്ളിയാഴ്ച ദിവസം പള്ളിക്കാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണ്. അതായത് സിയാറത്തിന്റെ ദിവസമാണ്. സിയാറത്ത് സുന്നത്തുള്ള ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി, അവർക്ക് വേണ്ടി എത്ര ദിവസം നമ്മൾ യാസീൻ ഓതുന്നുണ്ട്, എത്ര ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കുകയാണ്. ചിന്തിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ഒരു മഹത്തായ മജ്ലിസിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്.
ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുള്ള പറയാണ്, ഒരു മനുഷ്യൻ ഒരു സൽക്രമം ചെയ്തിട്ട് ആ സൽക്രമം അള്ളാഹുവെ മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, അതാരാണെങ്കിലും ഒരാളാണെങ്കിലും പലയാളാണെങ്കിലും അവർക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ചെയ്ത ആ സൽക്കർമ്മം, അത് എത്തിക്കാവാകട്ടെ, അത് നിസ്കാരമാകട്ടെ, അത് ഖുർആനാകട്ടെ, അത് സ്വതക്കയാകട്ടെ, എന്തുമാകട്ടെ, ഇതിന്റെ മിസ്ല സവാബിനെ, പ്രതിഫലത്തെ അവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതിയവനും കൂലി കിട്ടും. അത് ആർക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അവനും കൂലി കിട്ടും. നമ്മൾ എന്താണോ ദുആ ചെയ്യുന്നത് അതവരിൽ സംഭവിക്കും. അള്ളാഹു എൻ്റെ പിതാവിന്റെ ഖബർ വിശാലമാക്കണമെന്ന് ദുആ ചെയ്താൽ ഖബർ വിശാലമാകും. അള്ളാഹുവെ എൻ്റെ പിതാവിന് ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞാൽ കവാടം തുറന്നു കൊടുക്കപ്പെടും. എന്താണ് നമ്മൾ ദുആ ചെയ്യുന്നത് അത് അള്ളാഹു നടത്തി കൊടുക്കും. ദുആ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഫളലാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്ന് മാത്രം. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹദിയ ചെയ്യുന്നത് അവർക്കും അതിന്റെ നേട്ടമുണ്ട്, നമുക്കും അതിന്റെ നേട്ടമുണ്ട് എന്ന് ഇമാമുന ഷാഫി റഹിമഹുള്ള പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ്, വെള്ളിയാഴ്ച എന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി 2 സൂറത്തെങ്കിലും ഓതി ഹദിയ ചെയ്യണം. 2 സൂറത്തെങ്കിലും ഓതിയിട്ട് അല്ലാഹുവേ ഈ സൂറത്ത് എൻ്റെ മരണപ്പെട്ടു പോയ ഇന്നയാൾക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങൾക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിന്റെ പ്രതിഫലം നിനക്ക് കുറയൂല, അതേ പ്രതിഫലം അവർക്കും കിട്ടും. നീ അവർക്ക് ഹദിയ ചെയ്താൽ നിന്റെ പ്രതിഫലം കുറഞ്ഞു പോകുമെന്ന് ഭയം വേണ്ട. ഇത് ദുനിയാവല്ല, ഇത് ആത്മീയപരമായ ഒരു വിഷയമാണ്, ഒട്ടും കുറയാൻ പോകുന്നില്ല. അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് 2 സൂറത്ത് നമ്മൾ നിർബന്ധ ബുദ്ധിയോടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യണം. അതിൽ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്കാണ്. ഇന്ന ഫിൽ ഖുർആനി സൂറത്തുൻ, വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയ 30 ആയത്താണുള്ളത്. ആ സൂറത്തുണ്ടല്ലോ, ശഫഅത്ത് ലി റജുലിൻ ഹത്താ ഗുഫിറ ലഹു, ഒരു മനുഷ്യൻ ആ സൂറത്ത് ഓതിയാൽ ആ മനുഷ്യന്റെ പാപം പൊറുക്കുന്നത് വരെ ഖബറിൽ ആ ഒരു സൂറത്ത് അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഓതുന്നത് അവർക്ക് വേണ്ടിയും ശുപാർശ ചെയ്യും. ഇമാമുന ഷാഫി റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം അവർക്കും അത് ഗുണം ചെയ്യും. അപ്പൊ സൂറത്തുൽ മുൽക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്താണ്. അതുപോലെ സൂറത്ത് യാസീൻ, ഒരുപാട് മഹത്വമുണ്ട് സൂറത്തുൽ മുൽക്കിന്. നമ്മൾ നമ്മുടെ വിഷയത്തിനോട് യോജിച്ച മഹത്വം മാത്രം പറഞ്ഞ് ചുരുക്കുകയാണ്. മറ്റൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. എന്താണ് സൂറത്ത് യാസീന്റെ പ്രത്യേകത? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരുപാട് ഫളായിലുകൾ, ഒരുപാട് മഹത്വങ്ങൾ സൂറത്ത് യാസീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, മൻ ദഖലൽ മഖാബിറ ഫഖറഅ സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ഒരാൾ മഖബറയിൽ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്താൽ, പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് ഓതിയിട്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്താൽ ഖഫഫ അൻഹും, അവരുടെ അദാബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘൂകരിച്ചു കൊടുക്കും. അവർക്ക് ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് അല്ലാഹു അവർക്ക് നൽകും. അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക്, സൂറത്ത് യാസീൻ, ഈ 2 സൂറത്തും നമ്മൾ കൈവിടാൻ പാടില്ല. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സൂറത്തുകളാണ് സൂറത്തുൽ മുൽക്കും സൂറത്ത് യാസീനും. കഴിവിന്റെ പരമാവധി എല്ലാ ദിവസവും ഈ 2 സൂറത്ത് നമ്മൾ ഓതുകയും ഇതിന്റെ മിസ്ല സവാബിന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹദിയ ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമുക്കും ഗുണമാണ്, നമുക്കും നേട്ടമാണ്, നമുക്കും പ്രതിഫലമാണ്. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷിപ്പിക്കുന്ന 2 സൂറത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. അല്ലാഹു പഠിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ ദോഷങ്ങളും അല്ലാഹു പൊറുക്കട്ടെ. ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.